ധർമ്മസ്ഥലയിൽ എന്താണ് നടക്കുന്നത്? ധർമ്മസ്ഥലയിൽ നടപടികൾ, SITയുടെ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത് വലിയ ആശങ്കകൾ ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് ഇരകളുടെ കണ്ണീര് വീണ മണ്ണിൽ അവിടെ നിന്ന് സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയായിരുന്നു. അവിടെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ ആരുടേതാണ്, അവിടെ ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ആളുകൾ, സംഭവങ്ങൾ, അതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്നതറിയാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 19-നാണ് അവിടെ SITയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചത്. ഇന്ന് കൃത്യം ഒരു മാസം ആകുമ്പോൾ അവിടെ ആ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. പക്ഷേ SIT ഇപ്പോൾ കിട്ടിയ തെളിവുകൾ അത് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എന്നും അതിൻ്റെ രാസപരിശോധനാ ഫലങ്ങൾ, ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുമാണ് SITയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ വലിയ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും SITയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘം ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ്. പ്രതിപക്ഷ പാർട്ടിയിലെയും ഭരണപക്ഷത്തെയും ചില അംഗങ്ങളാണ് SIT അന്വേഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി നേരത്തെ മുന്നോട്ട് വന്നത്. അത് ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നവർ വാദിച്ചു. കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് അത്തരം വാദങ്ങളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി പരമേശ്വര SIT അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടില്ല എന്ന ഒരു മറുപടി സഭയിൽ നൽകിയതാണ് പ്രതീക്ഷയുണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഉള്ളത്. ബെൽത്തങ്ങാടിയിലെ SIT ക്യാമ്പ് ഓഫീസിൽ പെൺകുട്ടികളുടേതുൾപ്പെടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതികൾ എത്തുന്നു. നിരവധി പരാതികളാണ് ഓരോ ദിവസവും അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ എന്തായാലും 90 ദിവസം സമയമുണ്ട് എന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നു എന്നതൊരു പ്രതീക്ഷയാണ്. കൂടുതൽ പരാതികൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്, അത്തരം നടപടികൾ നടക്കുന്നു. പക്ഷേ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ മുടങ്ങിയിരിക്കുന്നു എന്നതാണ് ആശങ്കയുണർത്തുന്ന കാര്യം. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടാൽ കോടതി അനുമതിയോടെ സാക്ഷിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്നതാണ് അറിയുന്നത്. ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വീണ്ടും സംശയ നിഴലിലാകുന്ന ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കുറ്റകൃത്യത്തിൽ തെളിവുകൾ കണ്ടെത്തുക എന്നത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ സാഹചര്യം നമ്മൾ ഈ തെരച്ചിൽ നടക്കുമ്പോഴൊക്കെ കണ്ടതാണ്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന പലയിടങ്ങളിൽ നിന്നും ഒരു തരത്തിലും അവശിഷ്ടങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായി തന്നെ വലിയ മാറ്റങ്ങൾ ആ പ്രദേശത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ അങ്ങനെ നിൽക്കെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞുപോയ സാഹചര്യമുണ്ട്. നദി കരയെടുത്ത് പോയിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കൃത്യമായ ആ സ്പോട്ടുകളിൽ തെളിവുകൾ അവശേഷിക്കാതെ പോകുന്നത് എന്നതൊക്കെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൂടി ഉണ്ട് എന്നിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നത്. അതേസമയം ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു, അവിടെ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നടത്തുന്ന KV ബൈജു പറയുന്നത് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല. SIT അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് തന്നെയാണ്. മാത്രവുമല്ല, ആഭ്യന്തരമന്ത്രി സഭയിലെടുത്ത നിലപാട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ പോകും. കുറ്റപത്രം നൽകുന്നതിന് 90 ദിവസത്തെ സമയപരിധിയുണ്ട്. അതിനോടകം തന്നെ കാര്യമായി നീക്കങ്ങൾ നടത്താനാണ് SIT തയ്യാറെടുക്കുന്നത് എന്ന് KV ബൈജു പറയുന്നു. ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലം എന്നത് വളരെ നിർണായകമാകും. ആ പരിശോധനാ ഫലം കൂടി കാക്കുന്നുണ്ട് SIT തുടർ നടപടികളിലേക്ക് കടക്കാൻ എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ചെറിയ ആശങ്കകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയും സത്യം പുറത്തു വരാതിരിക്കുമോ, ഈ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കുമോ എന്ന സംശയം ഒരു ഭാഗത്തിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാവുന്ന ചില സാഹചര്യങ്ങൾ ഇപ്പോഴും ധർമ്മസ്ഥലയിലുണ്ട് എന്നത് KV ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ